അത് ഏപ്രിൽ 16 എന്നൊരു പരാമർശം 16 എന്നൊരു ഒരു അക്കത്തിൽ സംഖ്യയിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ മറുപടി പറയാതെ പ്രസംഗം അവസാനിപ്പിച്ച ശേഷം രാഹുൽ മടങ്ങുകയായിരുന്നു. 16 എന്ന് എഴുതിയ ഒരു കടലാസൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടാണ് രാഹുൽ പോയത്. That yesterday was the 16th of April. No, listen, please. I was sitting here and he was talking and he was not able to engage. He was not able to engage because clearly trying to pass this bill was a mistake because everybody knew there wasn't going to pass. Panic reaction, as I said. So I was watching him and I noticed on my phone 16th of April. And I was like, my God, how crazy. That's the number. 16. This 16 number. This is the number. The whole answer to the riddle is in the number 16. Everything is in the number 16. Now, if anybody understands what I'm saying, please send me a message. And on Twitter, you can tell what it is. But the answer to your problems, and you're going to find out very soon, is in the number 16. Thank you, sir. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, എന്താണ് ഈ 16-ൽ രാഹുൽ ഗാന്ധി കാണുന്നത്? അല്ല, അതൊരു സമസ്യയായി തന്നെ നിൽക്കട്ടെ എന്നാണ് അല്പസമയം മുമ്പ് പുറത്ത് മാധ്യമപ്രവർത്തകരോടും രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ളതാണ് അതിലെ രസകരമായ വശം. പക്ഷേ ന്യൂമറോളജി അടിസ്ഥാനത്തിൽ അതിനെ കാണുന്നവരുണ്ട്. അതായത് 16 എന്ന് പറയുന്ന നമ്പർ ന്യൂമറോളജി പ്രകാരമാണെങ്കിൽ കാർമിക് ഡെറ്റ് നമ്പർ എന്നാണ് പറയപ്പെടുന്നത് എന്നാണ്. അതായത് അഹങ്കാരം, അഹംഭാവം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ തകർത്തെറിഞ്ഞ് ഒരു മനുഷ്യൻ ആത്മീയ അവബോധത്തിലേക്ക് നടന്നു നീങ്ങുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിലേക്ക് നടന്നു നീങ്ങുന്ന, കുറച്ചുകൂടെ ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ഘട്ടമാണത് എന്നുള്ളതാണ്. ടാരറ്റിലൊക്കെ പറയുന്ന ടവർ ഓഫ് ടാരറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് അഹങ്കാരം, അഹംഭാവം അവസാനിപ്പിച്ച് ഒരാൾ ആത്മീയതയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു നമ്പർ എന്നുള്ളതുണ്ട്. മറ്റൊന്ന് ഈ 1 എന്നുള്ളത് ഇൻഡിപെൻഡൻസിൻ്റെയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. 6 എന്നുള്ളത് കുറച്ചുകൂടെ ഫാമിലി ബോണ്ടിങ് എന്നൊക്കെയാണ് ന്യൂമറോളജിയിൽ പറയുന്നത് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ചൊരു മറുപടിയോ ഒരു ഉത്തരമോ ഒന്നും പറഞ്ഞിട്ടില്ല. പുറത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സമസ്യയായി തുടരട്ടെ എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എനിക്ക് അയച്ചു തരൂ, ഞാനത് നോക്കാം എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇതിനൊരു മറുപടി നൽകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും രാഹുൽ ഗാന്ധി